ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലാൻഡിനോയിലാണ്. ലാൻഡിനോയിൽ നമ്മൾ വന്നിട്ട് നമ്മൾ പിയറിൽ മാത്രമേ രാവിലെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഗ്രേറ്റ് ടോമിലേക്കാണ് പോകുന്നത്, അതായത് മൗണ്ടൻ ടോപ്പിലേക്ക്. അപ്പോൾ നമ്മുടെ കേബിൾ കാർ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് ഇന്ന് ക്ലൈമറ്റ് അത്ര നല്ലതല്ലാത്ത കാരണം അവരിന്ന് കേബിൾ കാർ സർവീസ് ഇല്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റിൽ ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ബസ്സും ഗ്രേറ്റ് ടോമിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മൾ അത്ര ഹാപ്പി അല്ലായിരുന്നു. ഓക്കെ ഫൈൻ, ബസ്സെങ്കിൽ ബസ് എന്തായാലും നമുക്ക് മൗണ്ടൻ ടോപ്പിൽ പോകാമല്ലോ എന്ന് കരുതിയിട്ട് നമുക്കായിട്ട് ഈ ഒരു കുഞ്ഞ് ബസ്സാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ ഫാമിലി മാത്രമാണ് ഉണ്ടായിരുന്നത്, നമ്മുടെ ഗ്രൂപ്പ് മാത്രമാണ് പോയത് കേട്ടോ. അപ്പം നമ്മൾ മൗണ്ടൻ ടോപ്പിൽ പോയിട്ട് നമുക്കൊരു ഹാഫ് ആൻ അവർ മാത്രമേ മൗണ്ടൻ ടോപ്പിൽ കിട്ടുകയുള്ളൂ. കാരണം നമ്മുടെ കാറ് നമ്മൾ 2 o'clock വരെയാണ് പാർക്കിംഗ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വെസ്റ്റ് ബീച്ചിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മിഡ് ഡേയിൽ നമ്മൾ ഇവിടുത്തെ എല്ലാ കറക്കവും കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വെസ്റ്റ് ബീച്ചിലേക്ക് മാറണം എന്ന് ഓർത്തിട്ട് നമ്മൾ അത്രയും ഇട്ടത്. പക്ഷേ അതൊരു അബദ്ധമായി പോയി. കാരണം നമുക്ക് ഇപ്പം തന്നെ നമ്മൾ ഏകദേശം ഒരു 12 o'clock കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ഹാഫ് ആൻ അവർ മാത്രമേ മൗണ്ടൻ ടോപ്പിലേക്ക് കിട്ടുകയുള്ളൂ. മൗണ്ടൻ ടോപ്പിൽ ചെന്നിട്ട് അപ്പോൾ നമുക്ക് അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് എത്ര ഇരുന്നാലും മതി വരാത്തൊരു സ്ഥലമാണ് ആ ഗ്രേറ്റ് ടോം എന്ന് പറയുന്നത്. ബട്ട് എനിവേ നമുക്ക് ഇന്ന് എന്തായാലും പോകണം, അതുകൊണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ ആ പിയറിൻ്റെ അടുത്താണുള്ളത്. ഈ സൈഡിൽ കാണുന്ന എല്ലാം ഹോട്ടൽസാണ് കേട്ടോ. ആ ഒരു നിരം മുഴുവനും ഹോട്ടലുകളാണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാം ധാരാളം ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലാൻഡിനോ ബീച്ച് എന്ന് പറയുന്നത്. അതുപോലെ പിയറിൻ്റെ മുകളിൽ ഇപ്പം നേരത്തെ പോലെയല്ല, നല്ല തിരക്കായിട്ടുണ്ട്. നല്ല അടിപൊളി ആൾക്കാരുടെ ഒഴുക്കാണ് അതുവഴി. നമ്മൾ രാവിലെ പോയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നന്നായിട്ട് തിരക്ക് കൂടിയിട്ടുണ്ട്. അതുപോലെ എല്ലാം ഇപ്പോൾ കുറച്ച് ആ ഒരു മഴക്കോളമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, അല്പം സണ്ണിയായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബീച്ചിൽ നിങ്ങൾക്ക് കാണാം ബോട്ടിംഗ് സർവീസ് ഉണ്ട് കേട്ടോ. നമുക്ക് അത് ഇത്തവണ മിസ്സായി. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ എന്തായാലും ബോട്ടിംഗ് സർവീസ് കൂടി ട്രൈ ചെയ്യണം. ഇവിടെ സ്പീഡ് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നെക്സ്റ്റ് ടൈം. അപ്പം കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ കേബിൾ കാറാണ്. ഇത്തവണ നമ്മൾ കേബിൾ കാർ നോക്കി, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അതും നെക്സ്റ്റ് ടൈം എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് നമ്മുടെ ബസ് മിഡ് വേ കൂടി അല്ല പോകുന്നത്, അതൊരു സീ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതൊരു അടിപൊളി വ്യൂ ആയിരിക്കും നമുക്ക് മനസ്സിലായി. ശരിക്കും ആ ഒരു വഴി സീ സൈഡ് നമുക്ക് ആ പിയറിൽ നിൽക്കുമ്പോൾ കാണാം ഒരു മൗണ്ടൻ സൈഡ്, ആ ഒരു മൗണ്ടൻ്റെ സൈഡിൽ കൂടെയാണ് ഈ ബസ് പോകുന്നത്. ആ ഒരു അനുഭവം അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൗണ്ടൻ ടോപ്പിലേക്കുള്ള എൻട്രി പോയിൻ്റ് ആണ്. അപ്പോൾ അവിടെ പ്രൈവറ്റ് വാഹനങ്ങൾക്കും കയറിപ്പോകാൻ പറ്റും. ചെറിയൊരു ടോൾ എന്തോ കൊടുക്കാനുണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കാർ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. അതുകൊണ്ട് അവനവൻ്റെ റിസ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. അപ്പം നോർമലി അങ്ങനെ ആരും പ്രിഫർ ചെയ്യത്തില്ല ഒരുപാട് കൊണ്ടുപോകാനായിട്ട്. നമുക്കിതുപോലെ അവരും കൂടെ ഓഫർ ചെയ്യുന്ന ബസ് അല്ലെങ്കിൽ കേബിൾ കാർ അല്ലെങ്കിൽ ട്രാമിൽ പോകാനാണ് കൂടുതലും ആൾക്കാർ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു സൈഡ് ഇപ്പോൾ നമുക്ക് പിയറൊക്കെ അത്രയും ദൂരെ ആയിട്ടോ. ഒരു സൈഡ് ഫുൾ ഈ ഒരു കടലാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്തോറും നമുക്ക് ആ ഡീപ്പ് സീയിലേക്കാണ് നമ്മൾ വരുന്നത്. കാരണം മൗണ്ടൻ ഇങ്ങനെ കടലിലേക്ക് ശരിക്കും ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുമ്പോഴേക്കും നമുക്ക് നല്ല ഡീപ്പ് സീ ആണ് കാണുന്നത്. ഇടയിലെല്ലാം ഈ ഒരു റോഡ് സൈഡിലെല്ലാം നമുക്കിങ്ങനെ വ്യൂ പോയിൻറ്റ്സ് അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് അവിടെ ഇരിക്കാനൊക്കെ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത്ര നല്ല വ്യൂ പോയിൻ്റാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മടുക്കില്ല, നല്ലൊരു വ്യൂ ആണ്. അപ്പം സമയം അങ്ങോട്ട് പോകുന്തോറും നല്ല സണ്ണിയായി വരുന്നുണ്ട്, നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി അനുഭവമാണ് കേട്ടോ. അപ്പം ഈ റൂഫില്ലാത്ത ബസ്സും കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് ശരിക്കും നമുക്കിത് കാണേണ്ട ഒരു 360 ഡിഗ്രിയിലാണ് നമുക്ക് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കിട്ടേണ്ടത്. അത്ര നല്ല അടിപൊളി വ്യൂ ആണ്. ബട്ട് നമുക്ക് മൊബൈലിൽ നമ്മൾ എത്ര പകർത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ വ്യൂ കിട്ടില്ല കേട്ടോ. ഒരു സൈഡല്ല നമുക്ക് എപ്പോഴും കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര കറക്കി കാണിച്ചാലും നമുക്ക് ആ ഒരു നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു അനുഭവം നമുക്ക് ശരിക്കും ആ ഒരു ക്യാമറയിൽ പകർത്താൻ അത്ര പറ്റുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു വീഡിയോയിൽ. കുറച്ചും കൂടി എനിക്ക് ബാക്കും ഫ്രണ്ടും ഒക്കെ ഒന്നിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു വ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു. അല്ലെങ്കിൽ ഒരു ഏരിയൽ വ്യൂ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അത്ര അടിപൊളിയായിരുന്നു ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു ജേർണി ആയിരുന്നു ആ ബസ് ജേർണി എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഇത്രയും ചിന്തിച്ചില്ല. ഞങ്ങൾ ഓർത്തത് ആദ്യം മിഡ് വേ പോവായിരിക്കും, പെട്ടെന്ന് മുകളിലേക്ക് എത്തും, അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷേ ഇത്ര നല്ല വ്യൂവിൽ കൂടിയാണ് ഇത് പോകുന്നതെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പോൾ അത് ഒരു ഭയങ്കര അൺമിസ്സബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ ആ ഒരു ബസ് ജേർണി എന്ന് പറയുന്നത്.
ഇവിടെ എല്ലാം വ്യൂ പോയിന്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ സൈഡിൽ നമുക്ക് ഇങ്ങനെ ചെയർസൊക്കെ ഉണ്ട്, നമുക്ക് വ്യൂസിന് വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ആൾക്കാരിരുന്ന് കുറേ സമയമൊക്കെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാ സൈഡ് അവർ ഒരുക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വിശ്രമിക്കാം, അല്ലെങ്കിൽ ആ വ്യൂസൊക്കെ കാണാം, അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ശരിക്കും പ്രതീക്ഷിക്കാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു ബസ്സിന് നമ്മൾ ടിക്കറ്റ് എടുത്തത്. എന്തായാലും നമുക്ക് മൗണ്ടൻ ടോപ്പിൽ പോകാം എന്ന് കരുതി മാത്രമല്ല, നമ്മൾ അതിൻ്റെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല വ്യൂസ് കിട്ടും എന്നൊന്നും നമ്മൾ ചിന്തിച്ചേ ഉണ്ടായിരുന്നില്ല. എന്തായാലും അതൊരു അടിപൊളി അനുഭവമായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ കയറി, അപ്പം നമ്മൾ വിചാരിക്കണത് ഇതിങ്ങനെ തീരണ്ട, ഈ ഒരു യാത്ര ഇങ്ങനെ കണ്ടിന്യൂസ് ഇത് പോട്ടെ എന്നാണ് വിചാരിച്ചത്. അത്ര രസമായിരുന്നു ആ ഒരു ജേർണി എന്ന് പറയുന്നത്. എനിവേ പക്ഷെ ഭയങ്കര കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ ആ ഒരു വളവും തിരിവും ഒക്കെ. പ്രത്യേകിച്ച് നമുക്ക് മേൽക്കൂരൂടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നല്ല കെയർഫുൾ ആയിട്ടിരിക്കണം. മാത്രമല്ല വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോണൊന്നൊക്കെ തൈന്ന് താഴെ പോയാൽ പിന്നെ ഫോൺ മറന്നാൽ മതി, എവിടെയാ പോയി വീഴുക, നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ടൊക്കെ തന്നെ ഇരിക്കണം. ഒരു സൈഡ് ഇങ്ങനെ മൗണ്ടൻ ആണ്, ശരിക്കും പാർക്കിട്ടാണ്. അപ്പോൾ അത് തുരന്നെടുത്തിട്ടാണ് ഈ ഒരു റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു പകുതിയോളം എത്തിയെന്ന് പറയാം. ഇനി ഒരു 10 മിനിറ്റ്സ് കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു വയനാട് ചുരം പോലെയുള്ള ഒരു റോഡാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വ്യൂ ഞാൻ കുറച്ച് കഴിയുമ്പം ഇച്ചിരി ദൂരെ ചെല്ലുമ്പോൾ നമുക്കിത് മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഞാൻ ആ വ്യൂ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല കുറച്ചുകൂടെ തെളിഞ്ഞ് കുറച്ചുകൂടെ സണ്ണി ആയിട്ടുണ്ട്. നല്ല മേഘമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ്, ആഫ്റ്റർനൂൺ നല്ല സണ്ണിയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ ക്ലൈമറ്റൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ കരുതിയ പോലെ മഴയൊന്നും പെയ്തില്ല. ഇതാണ് നമ്മൾ ആ വളഞ്ഞ് വന്ന ആ ഒരു വഴി എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ. ആ ഒരു മൗണ്ടൻ സൈഡിൽ കൂടെയാണ് ഫുള്ള് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം ടോപ്പിൽ എത്താറായിട്ടുണ്ട് നമ്മളിപ്പം. അങ്ങനെ ഏകദേശം നമ്മൾ അതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു ഏകദേശം. ഇനി നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് പോയിന്റ് ഉണ്ട്, അവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. ഈ പോകുന്ന വഴി നമുക്ക് ആ ഒരു ട്രാമിൻ്റെ പാളവും കാണാം, നമുക്കിപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെ. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊരു കോപ്പർ ഖനി, അതായത് കോപ്പർ മൈൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും ഈ പോകുന്നവരൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് ആദ്യം അങ്ങോട്ടാണ് പോകുന്നത്. ഇതൊരു ട്രാം വേ ആണ്. നമ്മൾ ട്രാമാണ് കയറിയതെങ്കിൽ ഈ റൂട്ടിൽ നമ്മൾ വന്നേനെ. അപ്പം അതാണ് ട്രാം വേ. ഇനി നമ്മൾ പോകുന്ന കോപ്പർ മൈനിലേക്കാണ് ആദ്യം പോകുന്നത്. കോപ്പർ മൈൻ അവിടെ മൗണ്ടനിൽ ഒരു അല്പം താഴോട്ട് ഇറങ്ങിയിട്ടാണ് ആ കോപ്പർ മൈൻ എന്ന് പറയുന്നത്. ആ താഴെ കാണുന്നതാണ് കോപ്പർ മൈൻ. അവിടേക്കാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ പോകുന്നത്. അപ്പം നമുക്ക് സമയം അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കോപ്പർ മൈൻ കാണുന്നില്ല എന്ന് തീരുമാനിച്ചു. നമ്മൾ അവരോട് പറഞ്ഞു നമുക്ക് തിരിച്ച് മൗണ്ടൻ ടോപ്പിലേക്ക് തന്നെ പോകാം. നമ്മുടെ കോപ്പർ മൈനിൽ അവർ ഇറങ്ങാനായിട്ട് നമ്മളോട് പറഞ്ഞു, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് ഇതിനുള്ളിലേക്കാണ് മൈനിങ് കേട്ടോ, ഒരു മൗണ്ടൻ്റെ ഉള്ളിലേക്ക്. അപ്പം നമ്മൾ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ച് മൗണ്ടൻ ടോപ്പിൽ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ അവർ തിരിച്ച് വീണ്ടും മൗണ്ടൻ ടോപ്പിലേക്ക് കൊണ്ടുപോകണം. മൗണ്ടൻ ടോപ്പിൽ അവരിറങ്ങി. അപ്പം നമുക്ക് 1/2 hour ടൈം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ട്രിപ്പ് എപ്പോഴാണ് വരിക. അപ്പോൾ അവർ പറഞ്ഞു ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു, അത് കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. അപ്പോൾ അവർ ആ വണ്ടിക്ക് തന്നെ നമുക്ക് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എപ്പോഴും വിത്ത് റിട്ടേൺ ആണ് അവർ തരിക കേട്ടോ. എന്നിട്ട് നമ്മളോട് അവർ പറയും ഇത്ര മണിക്ക് ശേഷം മുൻപ് നിങ്ങൾ റിട്ടേൺ വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലേക്കാണ് ആ മൈൻ എന്ന് പറയുന്നത് കേട്ടോ, ആ ഒരു കാണുന്നത്. അങ്ങനെതാ നമ്മൾ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
ഫൈനലി നമ്മൾ എത്തിട്ടോ. ഇവിടെയാണ് നമ്മുടെ ബസ് ഇപ്പം തിരിഞ്ഞ് സ്റ്റോപ്പാവും. ഇനി അങ്ങോട്ട് വിശാലമായ മൗണ്ടൻ ആണ് കേട്ടോ. വിശാലമായെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓടിക്കളിക്കാം, അതേപോലെ സ്ഥലമാണ്. പക്ഷെ സമയം മാത്രമാണ് നമുക്കില്ലാത്തത്. അവിടെ ചെറിയൊരു റിഫ്രഷ്മെൻറ്റ്സും ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. രാവിലെയൊക്കെ ഇവിടെ വന്ന് പറ്റുന്നവരാണെങ്കിൽ ഇവിടെ തന്നെ ലഞ്ചൊക്കെ കഴിച്ച് അവിടെ തന്നെ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്തൊക്കെ തിരിച്ചു പോകാം. ബട്ട് നമ്മൾ ആദ്യം പിയറിൽ പോവുകയും പിന്നെ നമ്മൾ കേബിൾ കാറിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തത് കാരണം തന്നെ നമുക്ക് രാവിലെ നമുക്ക് വരാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. രാവിലെ ക്ലൈമറ്റും അത്ര നല്ലതല്ലായിരുന്നു. നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. വെയിലാണെങ്കിലാണ് നമുക്ക് രാവിലെ വന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് തണുപ്പാണ്. അപ്പോൾ ഇപ്പം നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലൈമറ്റ്. എങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ. നമുക്ക് വെളിയിൽ ഇറങ്ങുമ്പം കാറ്റ് കുറച്ചും കൂടി നല്ല സണ്ണി ആവണം ഈ ഒരു സമയത്തിനേക്കാൾ. അല്പം കൂടി സണ്ണി ഡേയ്സിൽ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടാലും ഇവിടെ നിന്നാലും മതി വരില്ല. അത്ര നല്ലൊരു ക്ലൈമറ്റും ഒക്കെയാണ്. ഇവിടെയാണ് ഇതാണ് നമ്മുടെ ആ ട്രെയിൻ, ആ ഒരു ട്രാം എന്ന് പറയുന്നത്, ആ ഒരു പോകുന്ന ട്രാമാണ്. നമ്മൾ ട്രാമിന് വരികയാണെങ്കിൽ നമ്മൾ അതിനായിരിക്കും വരിക. അങ്ങനെ ഇവിടെ നമ്മൾ എത്തിയത് ട്രാം സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയാണ് ട്രാം സ്റ്റേഷൻ വന്ന് എൻഡ് ആവുന്നത്. കേബിൾ കാർ തൊട്ട് മുകളിലുള്ള അവിടെയാണ് കേബിൾ കാർ വന്ന് എൻഡ് ആവുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സിൽ ഓടിച്ചൊരു ലേഡിയാണ് ഓടിച്ചിരുന്നത്. അവർ നമ്മളോട് പറഞ്ഞിട്ട് പോയി 30 മിനിറ്റ്സ് കഴിയുമ്പോൾ അവർ വരും. 45 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഹോം എന്ന് പറയുന്ന സ്ഥലം. ഗ്രേറ്റ് ഹോം കൺട്രി പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കണം. നമുക്ക് ഇങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും പോകാം. അവിടെയൊക്കെ പോയിരുന്ന് നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാം. നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ കാറ്റിന് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കോട്ടൊക്കെ ഊരിയിട്ട് നമുക്ക് ഒരുപാട് സമയം നിൽക്കത്തില്ലായിരുന്നു. അപ്പം അതിനുള്ള ഒരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ സണ്ണി ആവുന്ന സമയത്തിന് നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വരികയാണെങ്കിൽ ഇവിടുത്തെ കാറ്റും ഒക്കെ ആകുമ്പോൾ ഒക്കെ ഒന്ന് ബാലൻസ് ആവും കേട്ടോ. ആ ഒരു രീതിയാണ്. അപ്പം നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും നല്ല സണ്ണി ആയിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റൊക്കെ നന്നായിട്ട് മേഘമൊക്കെ മാറി തെളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കുറച്ച് കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അധികം നേരം നമുക്ക് കോട്ടില്ലാതെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് ആ കാണുന്ന എല്ലാം കടലാണ്. നല്ല രസമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഓടിക്കളിക്കാൻ തോന്നും, അത്ര രസമാണ്. അവിടെ നമുക്കൊരു ഒബ്സ്ട്രക്ഷൻ ഒന്നും തന്നെ ഇല്ല. ആ ഒരു പുൽത്തകിടിയിലൊക്കെ നമുക്ക് നടക്കാം. പിന്നെ ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വണ്ടിയൊക്കെ വന്ന് നമ്മൾ വണ്ടിയൊക്കെ കയറിട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ല, പെട്ടെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഓടിപ്പോയി വണ്ടിയെ കയറുമായിരുന്നു കേട്ടോ. അത് ആ ഒരു മലയിൽ കാണുന്ന ആ ഒരു വെള്ള പാറ പോലെ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവർ കല്ല് വെച്ചിട്ട് പേരെഴുതി വെച്ചിരിക്കുന്നതാണ്. ഓരോരുത്തരുടെയും പേരുകൾ എഴുതി വെച്ചിരിക്കുന്നതാണ് ആ കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ മല ഇറങ്ങുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയല്ല കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ ക്രോസ് വേയിലൂടെ പെട്ടെന്ന് തന്നെ താഴേക്ക് എത്താനുള്ളൊരു വഴിയുണ്ട്. അതുവഴിയാണ് ട്രെയിൻ വരുന്നത് കേട്ടോ. ആ വഴി കൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ട് നമ്മൾ നേരെ പോയത് വെസ്റ്റ് ബീച്ചിലേക്കാണ് കേട്ടോ. ആ വെസ്റ്റ് ബീച്ചാണ് ഈ കാണുന്നത്. വെസ്റ്റ് ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ അതായത് ഈസ്റ്റ് ബീച്ചിനേക്കാളിലും നല്ല ശാന്തമായിട്ട് കിടക്കുന്ന ബീച്ചാണ് കേട്ടോ. അത്ര കടലങ്ങനെ ഭയങ്കര ആർത്തിരമ്പി ഒന്നും അടിക്കുന്നില്ല. നമുക്കവിടെ പോയി നല്ല കാമായിട്ടിരിക്കാം. ഇച്ചിരി കാറ്റൊക്കെ അത്രയും ഇല്ല, നല്ല ഇളം കാറ്റൊക്കെയാണ് അവിടെ. അത് മാത്രമല്ല തിരകളൊക്കെ വളരെ കുറവാണ്. നല്ല ശാന്തമായിട്ട് കിടക്കുന്ന കടലായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇറങ്ങാം, വെള്ളത്തിലിറങ്ങാം, കളിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു ബീച്ചാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ ആ ബീച്ച് സൈഡിലിരുന്നു കേട്ടോ. നല്ല കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറേ പേര് കൈറ്റ് സർഫിങ് ചെയ്യാനായിട്ട് വന്നു കേട്ടോ. നമ്മളിരിക്കുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു അത് കൈറ്റ് സർഫിങ് ചെയ്യുന്ന കാണാനായിട്ട്. അപ്പോൾ അധികം തിരയൊന്നും ഇല്ലാത്ത കടലായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു കൈറ്റ് സർഫിങ്ങിനൊക്കെ നല്ല ഇണങ്ങിയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരുപാട് തിരയില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഇങ്ങനെ സ്ട്രെയിറ്റ് പോകാനും ഒക്കെ ആയിട്ട് നല്ലതാണല്ലോ. നമ്മൾ 2-3 പേര് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് തന്നെ. നല്ല രസമാണ് കാണാനായിട്ട്. മാത്രമല്ല ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ, ഇവിടെയുള്ളവർ ഭയങ്കര പാഷനേറ്റാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. എത്ര റിസ്ക്കി ആണെങ്കിലും ഡേഞ്ചറസ് ആണെങ്കിലും ഒന്നും അവർക്കത് അവരുടെ പാഷനാണെങ്കിൽ അവർ എത്ര ഇതെടുത്തിട്ടും അവരത് ചെയ്യും. മാത്രമല്ല അവർ ഒരുപാട് ട്രെയിനിങ്ങും അതിനെപ്പറ്റിയുള്ള നല്ലതായിട്ട് അവബോധമുള്ളവരൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അവർ നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടും ഒക്കെ പഠിച്ചിട്ടൊക്കെ തന്നെയാണ് അവർ വന്ന് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഇറങ്ങില്ലല്ലോ. എന്തായാലും നീന്തലും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവരൊക്കെ തന്നെ ആയിരിക്കും.
മാത്രമല്ല ഇവിടെ സ്കൂളുകളിലൊക്കെ തന്നെ ആണെങ്കിലും ഇപ്പോൾ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അവർക്ക് അവരുടെ ഹോബീസ് അല്ലെങ്കിൽ ആ ഒരു എന്ത് ഇൻട്രസ്റ്റ് ആണോ അവർക്കുള്ളത് അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസും അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും സ്കൂൾ തലത്തിൽ തന്നെ സ്കൂളിൽ നിന്നും കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ. മാത്രമല്ല നമ്മുടെ അസോസിയേഷനുകളിൽ നിന്നായാലും അല്ലെങ്കിൽ ക്ലബ്ബുകളിൽ നിന്നൊക്കെ അവർ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു സ്ഥലങ്ങളിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സ്പോർട്സ് ക്ലബ്ബുകൾ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ മിക്കയിടങ്ങളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ കുഞ്ഞിലേ മുതൽ തന്നെ അതൊക്കെ നർച്ചർ ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ അവർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആക്ടിവിറ്റീസ് ഡേഞ്ചറസ് ആണെങ്കിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ അവരത് ചെയ്യാനായിട്ടുള്ളൊരു അവസരം അവർക്ക് കിട്ടുന്നു, പ്രചോദനം കിട്ടുന്നു, അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഇവിടെ ഇപ്പം നമ്മൾ 2-3 പേരെ കണ്ടു. അതൊരു ലേഡി ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര സ്ട്രോങ് ആണ് അവർ. എത്ര ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവർ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തന്നെ. ആരുടെയും ഹെൽപ്പില്ലാതെ അവർ തന്നെ ഒരു കൈറ്റൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെ അത് കെട്ടി റെഡിയാക്കി അവർ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി. ആരുടെയും സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യം അവർക്ക് ഇല്ല. അപ്പോൾ അത്രമാത്രം അവർ ട്രെയിൻഡാണ്, കോൺഫിഡൻ്റ് ആണ്, അവരുടെ ആ ഒരു ആക്ടിവിറ്റി അവർ ചെയ്യാനായിട്ട് പാഷനേറ്റാണ്. അതുകൊണ്ടാണല്ലോ അവരങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ഫ്രണ്ടിനെ പോലും അവർ കൂടെ കൊണ്ടുവരുന്നില്ല. അത് ആ കാണുന്ന ഒരു ലേഡിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലേഡി ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ അവർ തന്നെയാണ് ആ കൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കെട്ടിയെടുത്തിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവർ ഫുൾ കാര്യങ്ങൾ ചെയ്തത് കേട്ടോ. ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ സമയം ആ കാഴ്ചയൊക്കെ കണ്ട് അവിടെ ഇരുന്നു. നല്ല എൻജോയബിൾ ആയിരുന്നു കേട്ടോ ആ ഒരു ടൈം എന്ന് പറയുന്നത്. നല്ല അത്യാവശ്യം 4 മണിയോടുകൂടി നല്ല വെയിലും ഒക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റും ഒക്കെ. ഈ മലയുടെ മുകളിലാണ് ശരിക്കും ഗ്രേറ്റ് ടോം, അതിനപ്പുറത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ടാറ്റാ.